നല്ല കുഞ്ഞുങ്ങളും അമ്മമ്മയോട് ഇങ്ങനെ ചോദിച്ചതിന് സന്തോഷം. ഇപ്പൊ ഒരു അമ്മമ്മ അവിടെ നടന്നു വരുന്നുണ്ട്. അമ്മ നിക്ക്. എന്താ അമ്മമ്മേന്റെ പേര്? അമ്മിണി. അമ്മിണി. എവിടെ സ്ഥലം? ഇവിടെ തന്നെ. ഇവിടെ തന്നെ അല്ലേ? ചേരാനല്ലൊരു ഭാഗം. അപ്പൊ ഇല്ലേ എന്താ ചെയ്യുന്ന ജോലി? എല്ലാ പണിക്കും പോവും, വീട്ടുപണിക്കും പോവും. ഈ പാചകത്തിന്റെ ഹോട്ടലിലാണ് ഇപ്പൊ പണിക്ക് പോകുന്നത്. നേരത്തെ എല്ലാ പണിക്കും പോവും. പണിക്ക് പോയിട്ടാണോ വരുന്നത്? ഇപ്പൊ പണിക്ക് വന്നല്ലേ. അമ്മ എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കും? ബിരിയാണി ഉണ്ടാക്കും, ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കും, ഡിഷ് ഐറ്റങ്ങൾ ഉണ്ടാക്കും, അങ്ങനെ സദ്യ ഉണ്ടാക്കും. എല്ലാം ചെയ്തോണ്ടിരുന്ന വെച്ചാണ് വീടുകളിൽ പോയി ചെയ്ത്. ഇപ്പൊക്കെ ഓർഡർ ആയപ്പോ ചേച്ചി അമ്മമ്മ അത് ചെയ്യുന്നില്ല. ഇപ്പൊ അത് കാരണം ഒരു ഹോട്ടലിൽ പോയണല്ലേ ആ സഹായിക്കും. ഓക്കെ. അമ്മമ്മേന്റെ ഫോൺ ഉണ്ടാ? എന്റെ കയ്യിൽ ഫോൺ ഉണ്ട്. ഒന്ന് കാണിച്ചു തരുമോ? അയ്യോ ഈ ഫോണല്ലേ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു ഇതുണ്ടാവില്ലല്ലേ? ഇത് അറിയാൻ പാടുള്ളൂ. അമ്മമ്മ ഒരു നല്ലൊരു പാട്ട് പാടിയാലില്ലേ ഞാൻ എനിക്ക് ഈ മണി ചലഞ്ച് തരാം. അത് നോക്കി വെക്കോ. പാട്ടോട്. അപ്പൊ നമ്മളെ അമ്മമ്മേന്റെ നല്ലൊരു പാട്ട് നമുക്ക് ഗാനം കേൾക്കാം. പാടാനെന്ന് പറഞ്ഞുകൂടാ, അത് അറിയാൻ പാടില്ല. രണ്ടുപേര് പാടാം. നോക്കാം. പാട്. അയ്യോ മറന്നു. അല്ല പഠിക്കോ. ഏതായിരുന്നു? മേലെ മാനത്ത് മേനിപ്പൂലയ്ക്ക് മഴ പെയ്താൽ ചോരുന്ന വീട്, അവളെ സ്നേഹിച്ചു പഞ്ചമി ചന്ദ്രനി കനകം കൊണ്ടൊരു നാലുകെട്ട്. അത്ര എനിക്കറിയാൻ പാടില്ല. പിന്നെ മറന്നുപോയല്ലേ? നല്ല ഗായകനാണല്ലോ. ഇതാണ് പാടാൻ അറിയില്ലാന്നുണ്ട്. എന്ത് നല്ല രസമുണ്ട് കേൾക്കാൻ തന്നെ. ഒരു നല്ലൊരു രസമുണ്ട്. ദൈവത്തിന് നന്ദി. ദൈവത്തിന് നന്ദി. അതേപോലെ ഞാൻ തരട്ടെ? സന്തോഷാവൂലേ? ആ പൈസേനെ അമ്മമ്മ എടുത്തോ? സന്തോഷായില്ലേ? സന്തോഷമായി മക്കളെ, കണ്ടതിന് നന്ദി. എന്തെങ്കിലും പറയാനുണ്ട്? ആഗ്രഹങ്ങളോ? കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം മോനെ. ചേച്ചിക്ക് 3 പെൺപിള്ളേരാണ്. അവരെയൊക്കെ കെട്ടിച്ച് നല്ല രീതിയിലൊക്കെ ജീവിക്കുന്നുണ്ട്. എല്ലാവരും കൽപ്പണിക്കാരും അതെ ഓരോരുത്തരും ഓരോ ജോലിക്കൊക്കെ പോയി നല്ല രീതിയിലൊക്കെ ജീവിക്കണം. അമ്മമ്മ ഇപ്പോഴും പണിയെടുക്കുന്നത്. അമ്മമ്മയുടെ ഭർത്താവ് കരിങ്കല്ല് പണിക്കാരനാണ്. അതൊക്കെ ഇപ്പൊ പണിക്കൊന്നും പോകാൻ പാടില്ല. ലോട്ടറി കൊണ്ട് ഇറക്കുകയാണ്. നല്ല മക്കളാണ്. എല്ലാരോടും ഇതേപോലെ തന്നെ പെരുമാറണം കേട്ടാ. നല്ല കുഞ്ഞുങ്ങളും അമ്മമ്മയോട് ഇങ്ങനെ ചോദിച്ചതിന് സന്തോഷം. നിങ്ങള് ആരും പറഞ്ഞല്ല എന്നോട് വന്ന് വേറെ. അപ്പൊ അതിന് ദൈവത്തിന് നന്ദി. പഠിച്ച് ഡോക്ടറൊക്കെ ആകണം കേട്ടാ. കുളിച്ച് സുന്ദരിയായി പഠിച്ച് ഡോക്ടർ ആകണം കേട്ടാ. സുന്ദരിയല്ല സുന്ദരൻ. അപ്പൊ അമ്മമ്മേനെ കണ്ടതിൽ ഭയങ്കര സന്തോഷം. ഞങ്ങളൊക്കെ മറക്കരുത്. പഠിക്കായി കഴിയുമ്പോ ശരിയാണ്. അപ്പം നിങ്ങളെല്ലാരും ഫോളോ ചെയ്ത് വെച്ചാ അമ്മാമ്മ ഇങ്ങനെ ജോലി കിടക്കണത് ഇവിടെ എല്ലാവർക്കും അറിയാം. ഭയങ്കരമായിട്ട് എല്ലാവർക്കും അറിയാം. എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാണ്. പണിയെടുത്ത് നല്ലോണം ജീവിക്കണ ആളാണ്. ഇനി എടുത്താനൊരു പണിയില്ല. 63 വയസ്സായി. ഇതിൽ കൂടുതൽ ഇനി അമ്മമ്മക്ക് ഒന്നും പറയാനില്ല. ഇനി അമ്മമ്മേനെ എന്തായാലും രക്ഷപ്പെടും. ദൈവത്തിന് നന്ദി മക്കളെ കണ്ടതിന്. ഓക്കെ.